ആപ്കി അദാലത്തിൽ കപിൽ ദേവിനെതിരായ കുറ്റാരോപണം ഇദ്ദേഹം എപ്പോഴും തന്നെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നു എന്നുള്ളതാണ്. കപിൽ സർ, അതായത് ക്രിക്കറ്റ് സ്റ്റാർസ്, അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇന്ന് അസറുദ്ദീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് മാച്ച് ഫിക്സിംഗിന്റെ സമയത്ത് താങ്കളുടെ പേരും അതിലുണ്ടായിരുന്നു, അസറിന്റെ പേരും ഉണ്ടായിരുന്നു, അജയ് ജഡേജയുടെ പേരും ഉണ്ടായിരുന്നു. താങ്കൾക്ക് CBIയുടെ അടുത്തു നിന്ന് ക്ലീൻ ചിറ്റ് കിട്ടി, ക്രിക്കറ്റ് ബോർഡിൽ നിന്നും ലഭിച്ചു. പക്ഷെ താങ്കൾ അസറുദ്ദീനെ നടു മൈതാനത്തിൽ വിട്ടിട്ട് തിരിച്ചു വന്നല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ക്രിക്കറ്റിൽ മാത്രമല്ല, ഏത് പ്ലെയറിനും തന്നെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണയുണ്ടായിരിക്കണം. തുറന്ന് സംസാരിക്കണം. എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് സമ്മതിച്ചു കൊടുക്കണം. എനിക്കപ്പോ തോന്നിയ ഒരു കാര്യം ഒന്നു മാത്രം ഞാൻ പറയാം. അസർ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അതുപോലെ വേറൊരു പ്ലെയറും ചെയ്തിട്ടുണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. അങ്ങനെ ജനങ്ങൾ പലതും പറയും. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ യാതൊരു വ്യക്തതയുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒപ്പം നിന്നത്. കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ആരെയും ശിക്ഷിക്കാൻ ആർക്കും അധികാരമില്ല. ഇന്നത്തെ ക്രിക്കറ്റ് ബോർഡിലുള്ള അന്നത്തെ ഒഫീഷ്യലിനെ നോക്കുകയാണെങ്കിൽ ജവൻ ദിലേലയുടെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുകയാണ് അസറുദ്ദീന് അന്യായം നടന്നിരിക്കുകയാണ്, അസർ ഒരു തെറ്റും ചെയ്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അസറുദ്ദീനെതിരായിട്ട് ലൈഫ് ബാൻ ചെയ്തത് വലിയ തെറ്റാണെന്നും. എനിക്ക് ചിരിയും വരുന്നുണ്ട്, ഒപ്പം ദേഷ്യവും വരുന്നുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതം നാശമാക്കിയിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എത്ര കൂളായിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അസറിന് ആവശ്യമില്ലാത്ത ശിക്ഷയാണ് കൊടുത്തത്. ബുക്കിയോട് അദ്ദേഹം ഫോണിലാണ് സംസാരിച്ചത്, അത് വലിയ തെറ്റൊന്നുമല്ല, അല്ലാതെ അസർ പണമൊന്നും വാങ്ങിയില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞ് അസറുദ്ദീനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പുറത്തു വരുന്നു. ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ അസറുദ്ദീൻ രാജ്യത്തിനു വേണ്ടി പല നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം വിഷമങ്ങളെല്ലാം മറന്നുറങ്ങുന്നുണ്ട്. മനസമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു പ്ലെയറിനെ ഒരു ഡിഫറന്റ് ക്യാരക്ടറായി മാറ്റുന്നത്. പക്ഷേ ഇതിനു മുൻപ് കുറ്റം ആരോപിക്കപ്പെട്ടവരും ശിക്ഷ കൊടുത്തവരും ഇന്ന് വേറെ രീതിയിൽ സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്തു പറയാൻ പറ്റും? അവരുടെ മുഖം കണ്ണാടിയിൽ പോയി നോക്കി ഞാൻ എന്ത് തെറ്റ് ചെയ്തുവെന്ന് ചോദിക്കണം. വേറെന്ത് ചെയ്യാൻ കഴിയും? ഇപ്പൊ അസറുദ്ദീനെ താങ്കൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും? BCCI അദ്ദേഹത്തിന് ബഹുമതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. BCCI ഫോർമൽ ഒഫീഷ്യൽ പറയുകയാണ് ചെയ്യാത്ത തെറ്റിനാണ് ശിക്ഷ കിട്ടിയതെന്ന്. അതായത് അവരങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ സന്തോഷം തോന്നുന്നു. അതായത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് കേൾക്കാനും കാണാനും കഴിയുന്നു. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കുറ്റം ആരോപിച്ചവരോട് നമുക്ക് ക്ഷമിക്കാനേ കഴിയൂ. അത് വളരെ വലിയ തെറ്റാണെന്ന് അവർ പറഞ്ഞാൽ അവരെ വിട്ടേക്കണം. ഒരു മികച്ച പ്ലെയർ അങ്ങനെ ചെയ്യൂ. കപിൽ, പല ക്രിക്കറ്റേഴ്സിന്റെ അടുത്തുനിന്നും പല പരാതികളും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതായത് കപിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല, ജഡേജയ്ക്ക് വേണ്ടിയും അസറുദ്ദീനു വേണ്ടിയും കപിൽ അവരോടൊപ്പം നിൽക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അവർ വളരെ എളുപ്പത്തിൽ അതൊക്കെ പറയും. ഞാൻ അസറുദ്ദീന് തുണയായി നിന്നില്ലെന്നൊക്കെ, പിന്നെ അജയ് ജഡേജയ്ക്ക് ഒപ്പം നിന്നില്ലെന്ന്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്ത് ഞാൻ അവർക്ക് തുണയായി നിന്നില്ലെങ്കിൽ വേറെ ആരും തന്നെ നിൽക്കില്ല. അതായത് അവർ രണ്ടുപേരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്കത് വളരെ അപമാനമായി തോന്നുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഇത് അസറും അജയ് ജഡേജയും ഒന്നും പറഞ്ഞതല്ല. അവർ രണ്ടുപേരും താങ്കളെ പ്രശംസിക്കുകയാണ്. ഇന്നും അജയ് ജഡേജയോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ കപിൽ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു, പക്ഷേ ഇംപ്രഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും കുടുങ്ങി താങ്കൾ പുറത്തേക്ക് വന്നെന്നാണ്. ദ ഓൺലി തിങ് ഈസ്, അവരുടെ പോരാട്ടത്തിൽ അവർ മുൻനിരയിൽ നിൽക്കണം. ഓരോ മനുഷ്യനും അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും നമ്മളത് നേരിട്ടേ മതിയാകൂ. അങ്ങനെ ആരെങ്കിലും എന്റെ പേരിൽ കുറ്റം ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പരിധിവരെ മറ്റുള്ളവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കാൻ പാടുകയുള്ളൂ. എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പറയണം. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ അതിനെ നേരിടണം, ഫേസ് ചെയ്യണം. ഇതാണ് ഉണ്ടായതെന്ന് തുറന്നു പറയണം. അങ്ങനെ ഒന്നും പറയാതെ മിണ്ടാതെ നിന്നാൽ, ഞാൻ അസറിനോട് പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട്, അജയോടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് പിന്നെ മറ്റുള്ളവരെ കണ്ട് ഭയപ്പെടുന്നത്? ധൈര്യമായി നേരിടണം. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ആരെന്തു പറഞ്ഞാലും നമ്മൾ ഭയപ്പെടേണ്ട. ഇതാണ് എന്റെ ഒപ്പീനിയൻ, ഇതാണ് എന്റെ സ്റ്റൈൽ, ഇതാണ് എന്റെ രീതി. ഇതാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇനിയൊരു പക്ഷേ ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തില്ല എന്നല്ല, ഞാൻ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയില്ല എന്നല്ല. ഇതാണ് സത്യം. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് കപിൽ ദേവിനെ പോലെ വ്യക്തതയോടും സ്പഷ്ടതയോടും എല്ലാം പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ലെന്നാണ് അസറുദ്ദീൻ പറയുന്നത്. എന്നോടും അപ്പോ ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് കപിൽ ദേവിന് ശരിക്കും സംസാരിക്കാൻ അറിയില്ലെന്ന്. പക്ഷേ നമ്മുടെ നേർക്ക് അങ്ങനെ ഒരു കുറ്റാരോപണം വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എതിർത്ത് സംസാരിക്കാൻ കഴിയണം. അതിന് നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. അതിനുള്ള ധൈര്യം, അതിനുള്ള ശബ്ദം നമ്മൾ അറിയാതെ തന്നെ പുറത്തേക്ക് വരും. അത് വളരെ ശക്തമായി തന്നെ പുറത്തേക്ക് വരും നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ. അതുപോലെ എല്ലാ പ്ലേയേഴ്സും സംസാരിക്കാൻ അറിയുന്നവരാണെന്ന് ഞാൻ പറയില്ല. എന്നാൽ
നമ്മളൊരു പ്രശ്നത്തെ നേരിടുന്ന സമയത്ത് ഓരോ കാര്യവും വളരെ ചിന്തിച്ചു പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഹർഷൽ ഗിബ്സിനെ പോലെ ഉള്ളവരോട് പോലീസ് വിചാരണ നടത്തിയപ്പോൾ അവര് ബുക്കീസിനോട് സംസാരിച്ചത് പറഞ്ഞു എല്ലാ കുറ്റങ്ങളും ഹാൻസി കൊറോണയുടെ തലയിലേക്കാണ് ഇട്ടത്. പക്ഷെ അവിടെ അങ്ങ് ഇതുപോലത്തെ ഒരു ശിക്ഷ ആർക്കും ലഭിച്ചില്ല. അവരിപ്പോഴും കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഐ തിങ്ക് ഇത് നമ്മുടെ ക്രിക്കറ്റ് ബോർഡിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞത് ഐ തിങ്ക് അവരെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മീഡിയ അവരെ കുറ്റവാളികളാക്കി കഴിഞ്ഞിരുന്നു. പിന്നെ ബാക്കി ക്രിക്കറ്റ് ബോർഡും അവരെ കുറ്റവാളികൾ. കപിൽ, ICCയിലുള്ളവർ ഏഷ്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സിനോട്, അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സിനോട് കുറച്ച് ദേഷ്യമില്ലേ? അതായത് ഷെയ്ൻ വോണിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ, സെക്സ് സ്കാൻഡൽ കുറ്റം ചുമത്തപ്പെട്ടു, മാച്ച് ഫിക്സിംഗ് കുറ്റം ചുമത്തി, ഡോപ്പിംഗ് പോലെയുള്ള കുറ്റാരോപണങ്ങൾ, ഇങ്ങനെ പല കുറ്റാരോപണങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിനെ പുറത്താക്കിയില്ലല്ലോ. ഐ തിങ്ക് ഓരോ രാജ്യത്തിനും ഓരോ വ്യത്യസ്തമായ റൂൾസ് ഉണ്ട്. നമ്മുടെ കൾച്ചർ ഒരു രീതിയിലാണ്, ഓസ്ട്രേലിയൻ കൾച്ചർ വേറെ രീതിയിൽ പറയുന്നു. അവരുടെ കൾച്ചറിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സാധാരണ രീതിയിലാണെങ്കിൽ തന്നെ അത് അവരുടെ ബോർഡാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ക്രിക്കറ്റ് ബോർഡ് ആയിക്കോട്ടെ, നമ്മുടെ സംഘടനകളാവട്ടെ, നമ്മുടെ സാമൂഹ്യ രീതികളാവട്ടെ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഐ തിങ്ക് നമ്മുടെ ക്രിക്കറ്റ് ബോർഡ് എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്താലും അത് പൂർണ്ണമായും നമുക്കെതിരാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല. ഇന്ത്യൻ ക്രിക്കറ്റിൽ മാത്രമല്ല പാകിസ്ഥാൻ ക്രിക്കറ്റിലും ഉണ്ടായിരുന്നു. സോയബ് അക്തറിനെ നമ്മൾ കണ്ടു. അദ്ദേഹം മുഖം മറച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണീരോടുകൂടി ഇന്ത്യയിൽ നിന്ന് പോകേണ്ടി വന്നു. ഐ തിങ്ക് ഷോയബ് അക്തർ ഒരു മികച്ച ബൗളറാണെന്ന് പറയാം. പാകിസ്ഥാനിലെ ആ മികച്ച ബൗളർ ലോകോത്തര ബൗളറാണെന്ന് പേരെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നടന്നാൽ ഒരു ക്രിക്കറ്റർ എന്ന നിലയ്ക്ക് നമുക്ക് തന്നെ സങ്കടവും നാണക്കേടും തോന്നാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ സോയബ് അക്തർ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഒന്നിലും പങ്കെടുത്തില്ലെന്ന് പറയുന്നത്? ഞാൻ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുറ്റവും ചുമത്തിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് ഒരു ക്ലാരിറ്റിയും കൊടുത്തിട്ടില്ല. ഐ തിങ്ക് ഇത് ICCയും പിന്നെ അവരുടെ ബോർഡും തീരുമാനിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തെ ശിക്ഷിക്കാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾ തന്നെ പറയൂ. മീഡിയ പറയുന്നു അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ. നമ്മളത് വായിക്കുന്നു, അത് വായിച്ച് നമ്മൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുമോ അങ്ങനെ സംഭവിച്ചിരിക്കുമോ എന്നൊക്കെ നമ്മൾ വെറുതെ ഊഹിക്കുന്നു. മീഡിയാസ് ഇതും പറയുന്നുണ്ട്, ഏഷ്യൻ ക്രിക്കറ്റേഴ്സിന് അന്യായം നടക്കുകയാണ്. ഇൻസമാം എന്താ പറയുന്നതെന്ന് വെച്ചാ ഇത്രത്തോളം വലിയൊരു ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കേണ്ടിയിരുന്നില്ലെന്നാണ്. ഐ തിങ്ക് ആർക്കെങ്കിലും അങ്ങനെ ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ആ ശിക്ഷ വേണ്ടെന്നേ അവർ ആഗ്രഹിക്കൂ. തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പ്ലേയേഴ്സ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കണം. അതായത് ഓരോരുത്തർക്കും അവർ ചെയ്ത തെറ്റ് അത്ര വലുതല്ലെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഒരിക്കൽ ടെസ്റ്റ് ടീമിൽ നിന്ന് എന്നെ പുറത്താക്കിയതിനു ശേഷം എനിക്കും ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ആ സമയത്ത് തോന്നിയത്. പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്ക് സംശയം തോന്നുന്നു.